നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള S24 അൾട്രയാണ്. ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, അതുകൊണ്ട് അൺബോക്സിങ് കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള S24 അൾട്ര. ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ടോപ്പിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യുവൽ മൈക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ അവിടെ സിംഗിൾ മൈക്കായിരുന്നു, അതിന് പകരം ഇപ്പോൾ അവിടെ ഡ്യുവൽ മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നീട് താഴ്ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഗ്രില്ലിൻ്റെ ഭാഗത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എസ് പെന്നിൻ്റെ ആ ഒരു എഡ്ജ് മുമ്പ് കുറച്ചും കൂടെ കർവ്ഡായിട്ടുള്ള എഡ്ജായിരുന്നു, അത് മാറ്റി ഇപ്പോൾ കുറച്ചും കൂടെ ഫ്ലാറ്റായിട്ടുള്ള എഡ്ജാണ് പുതിയ എസ് പെൻ വന്നിട്ടുള്ളത്. അത് മാത്രമാണ് താഴ്ഭാഗത്ത് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതായത് മുമ്പ് S23 അൾട്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കർവ്ഡായിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു. അത് S24ലേക്ക് വന്ന സമയത്ത് അതൊരു ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് ആ ഒരു ഡിസ്പ്ലേയുടെ ഭാഗം. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഫ്ലാറ്റ് ആക്കിയത് കൂടുതലും യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ളത് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവർക്കായിരിക്കും. അതായത് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അതല്ലാണ്ട് ഇൻ ഹാൻഡ് ഫീലൊക്കെ നോക്കുന്ന സമയത്ത് മുമ്പുണ്ടായിരുന്ന കർവ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെയായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ. അതായത് ഇൻ ഹാൻഡ് ഫീലൊക്കെ നല്ലതായിരുന്നു. അതായത് കുറച്ചും കൂടെ കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അതായത് മുമ്പുണ്ടായിരുന്ന കർവ്ഡ് ആയിട്ടുള്ള ഡിസൈനിൽ നിന്ന് ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈനിലേക്ക് വന്ന സമയത്ത് കുറച്ചൊരു വലുപ്പം കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻ ഹാൻഡ് ഫീൽ S23 അൾട്രയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. S23 അൾട്രയിലേക്ക് വരുന്ന സമയത്ത് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആയിരുന്നു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നത്. S24ലേക്ക് വരുന്ന സമയത്ത് ഗോറില്ല ഗ്ലാസ് ആർമാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ IP68 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളൊരു ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ഫ്രെയിം ടൈറ്റാനിയം ഫ്രെയിം ആക്കിയിട്ടുണ്ട്. അതായത് S23 അൾട്രയിൽ അലൂമിനിയം ഫ്രെയിം ആയിരുന്നു. S24 അൾട്രയിലേക്ക് വന്ന സമയത്ത് ടൈറ്റാനിയം ഫ്രെയിം അവർ കൊടുത്തിട്ടുണ്ട്. ഐഫോണിൽ ടൈറ്റാനിയം ഫ്രെയിം വന്ന സമയത്ത് ഏകദേശം 20 ഗ്രാമോളം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. S24 അൾട്രയിലേക്ക് വരുന്ന സമയത്ത് 2 ഗ്രാമോളം മാത്രമാണ് വെയിറ്റ് കുറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ളൊരു വെയിറ്റ് കുറവ് പോലെ ഫീൽ ചെയ്യുന്നില്ല. ഒരുപാട് പേര് വെയിറ്റ് കുറഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് കയ്യിലെടുക്കുന്ന സമയത്ത് വെയിറ്റ് കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാര്യമായിട്ടുള്ളൊരു വെയിറ്റ് കുറവ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ഇനി ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.8 ഇഞ്ചിൻ്റെ Quad HD+ 1:120 റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഡൈനാമിക് അമോലെഡ് 2x ഡിസ്പ്ലേ എന്ന് പറയും. S23 അൾട്ര വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് S23 അൾട്രയുടെ ഈ ഒരു ചിൻ ഭാഗത്ത്, അതായത് താഴ്ഭാഗത്ത് കുറച്ചും കൂടെ വലിയൊരു ബെസലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് S24 അൾട്രയിലേക്ക് വന്ന സമയത്ത് യൂണിഫോം ആയിട്ടുള്ള രീതിയിലാണ് ബെസൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അതായത് എല്ലാ സൈഡിലും ഈക്വൽ ആയിട്ടുള്ള രീതിയിലാണ് ബെസൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അതായത് വീഡിയോസും മൂവീസൊക്കെ കാണുന്ന സമയത്ത് ഇത്രയും ചെറിയൊരു ബെസലായതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇതുപോലെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വന്നിട്ടുള്ള വേറൊരു ചേഞ്ച് ബ്രൈറ്റ്നസ് 2600 nits ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതായത് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. പക്ഷേ ഈ ഒരു പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയത്തില്ല. നമ്മൾ HDR കണ്ടന്റ് കാണുന്ന സമയത്ത് ആ ഒരു കണ്ടന്റിലുള്ള ബ്രൈറ്റ്നസ് കൂടിയ സ്പോട്ടുകൾ മാത്രമായിരിക്കും ഈ ഒരു പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് കാണാൻ കഴിയുക. അതല്ലാത്ത സമയത്ത് നോർമൽ ബ്രൈറ്റ്നസ് തന്നെ ആയിരിക്കും ഫോണിലുണ്ടാവുക. പക്ഷേ S23 അൾട്ര വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പൊടിക്ക് ബ്രൈറ്റ്നസ് കൂടുതലുള്ള പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ലോ ലൈറ്റ് കണ്ടീഷനുള്ള ഫ്ലിക്കറിങ് കുറയിട്ടുണ്ട്. പിന്നെ ആർമോർ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നതുകൊണ്ടായിരിക്കും ആ ഒരു റിഫ്ലക്ഷൻസ് കുറച്ചുകൂടെ കുറയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് സ്പീക്കേഴ്സിൻ്റെ ഭാഗത്തേക്ക് വരുവാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. വേൾഡ് ക്ലാസ് ക്വാളിറ്റിയാണ്. സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. വളരെ അടിപൊളി സ്പീക്കേഴ്സ് തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ USB-C 3.2 വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 5.3 ആണ്. പിന്നെ നിയർ ബൈ ഷെയറിന് പകരം ഈ ഒരു ഡിവൈസിൽ ക്വിക്ക് ഷെയർ കൊടുത്തിട്ടുണ്ട്. അതായത് ക്വിക്ക് ഷെയർ യൂസ് ചെയ്ത് ഏത് ആൻഡ്രോയിഡ് ഫോണിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതായത് നിയർ ബൈ ഷെയറിന് പകരമായിരിക്കും ഇനി ക്വിക്ക് ഷെയർ വരിക. പിന്നീട് ബാറ്ററിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സെയിം 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് കാരണം കുറച്ചും കൂടെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസറാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനത് യൂസ് ചെയ്ത് വെച്ച് എനിക്ക് അത്ര വലിയൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ എന്നാലും ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നീട് ചാർജിങ് സ്പീഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. 45 വാട്ടിൻ്റെ വയർഡ് ചാർജിങ്, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്, 4.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. അതിന് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അത് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയൊരു ചേഞ്ച് വന്നിട്ടുള്ളത് ഈ ഒരു പെരിസ്കോപ്പ് ലെൻസിൻ്റെ കാര്യത്തിലാണ്. അതായത് 50 മെഗാപിക്സലിൻ്റെ 5x പെരിസ്കോപ്പ് ലെൻസാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ S23 അൾട്രയിൽ 10 മെഗാപിക്സലിൻ്റെ 10x പെരിസ്കോപ്പ് ലെൻസ് ആയിരുന്നു. അതിപ്പോൾ 5x ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ 5x ആണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമിങ്ങോടെ 10x ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ 10 മെഗാപിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂം സെൻസറും അതുപോലെ തന്നെ 12 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് പാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ സെൽഫി ക്യാമറ വരുന്ന 12 മെഗാപിക്സലിൻ്റെ ക്യാമറ തന്നെയാണ് ഫ്രണ്ടിലും കൊടുത്തിട്ടുള്ളത്. വീഡിയോ റെക്കോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8K വീഡിയോസ് നമുക്ക് 30 FPS എടുക്കാൻ സാധിക്കും. അത് 5x സൂം ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അത് 8Kയിൽ. 4Kയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 10x വരെ വീഡിയോസ് നമുക്ക് സൂം ചെയ്തെടുക്കാൻ സാധിക്കും. അത് വളരെ അടിപൊളി ഫീച്ചറാണ്. കാരണം 4K വീഡിയോസ് 10x എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു രക്ഷയില്ല, വളരെ നല്ലൊരു ഫീച്ചറാണത്. അതുപോലെ തന്നെ 4K വീഡിയോസ് നമുക്ക് നോർമലി 60 FPS വരെയാണ് എടുക്കാൻ സാധിക്കുക. പക്ഷേ നമ്മൾ പ്രോ മോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 120 FPS വേണമെന്നുണ്ടെങ്കിൽ 4K വീഡിയോസ് ഒക്കെ എടുക്കാൻ സാധിക്കും. സ്ലോ മോഷൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആവും. ഡേ ലൈറ്റ് കണ്ടീഷനുള്ള ഫോട്ടോസാണിത്. വളരെ നല്ല ഫോട്ടോസ് ഡേ ലൈറ്റ് കണ്ടീഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും നല്ല പോർട്രേറ്റുകൾ എടുക്കാൻ കഴിയുന്നുണ്ട്. അതും 5x സൂമോട് കൂടി നല്ല പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. നോർമൽ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ വൈഡ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ യൂസ് ചെയ്ത് ഡേ ലൈറ്റ് കണ്ടീഷൻ എടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്, അതായത് മുമ്പ് നമ്മൾ S23 അൾട്രയിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസാണ് ഈ ഒരു S24 അൾട്രയിൽ എടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. ഡൈനാമിക് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഡൈനാമിക് റേഞ്ച് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ സാച്ചുറേഷൻ കുറച്ച് കുറഞ്ഞു പോയി, അതായത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് S23 അൾട്രയിൽ കിട്ടുന്ന കുറച്ചും കൂടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. അതിപ്പം സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ അത് മാറാൻ സാധ്യത ഉണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസ് കുറച്ച് സാച്ചുറേഷൻ കുറഞ്ഞ ഫോട്ടോസാണ് ഇപ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. അത് മാത്രമാണ് എനിക്ക് ഫോട്ടോ എടുത്ത സമയത്ത്, അതായത് ഡെയിലി കണക്ഷനിലെ ഫോട്ടോസൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ഡിഫറൻസ് ഉള്ളതായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ നൈറ്റിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത്, അതും 5x എടുക്കുന്ന സമയത്ത് AI എൻഹാൻസഡ് ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് ലഭിക്കും. അതായത് ലോ ലൈറ്റ് കണ്ടീഷനിലുള്ള ഫോട്ടോസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നൈറ്റിലേക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്വാളിറ്റിയിലൊരു ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്, അതായത് മുമ്പുള്ള മോഡൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ഫോട്ടോസും വീഡിയോസും കാണുന്ന സമയത്ത് ലോ ലൈറ്റ് കണ്ടീഷനുള്ള ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ പെർഫോമൻസിനെ പറ്റി നമുക്ക് ഐഡിയ കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാണ്ട് ഞാൻ 50 മെഗാപിക്സലിൻ്റെ ബാക്ക് ക്യാമറ യൂസ് ചെയ്തെടുത്ത ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് 1x, 3x, 5x ആൻഡ് 10x. അതിനൊപ്പം തന്നെ 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ യൂസ് ചെയ്തെടുത്ത ഹൈ റെസൊല്യൂഷൻ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഞാൻ ഡീറ്റെയിലായിട്ട് യൂസ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചെറിയ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് മാത്രമാണ് വന്നിട്ടുള്ളത്. കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തില്ല. ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോണിൽ വരുന്ന 50 മെഗാപിക്സലിൻ്റെ ആ ഒരു പെരിസ്കോപ്പ് ലെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെരിസ്കോപ്പ് ലെൻസ് യൂസ് ചെയ്ത് 5x ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് മുമ്പ് S23 അൾട്രയിൽ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ 10x ഇല്ലാന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ സൂം യൂസ് ചെയ്ത് 10x ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് S23 അൾട്രയെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന് കഴിഞ്ഞാൽ കൂടെ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് ഒന്നും ഫീൽ ചെയ്തില്ല. അതായത് ഏകദേശം രണ്ടും ഒരുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഭാഗത്ത് എനിക്ക് തോന്നിയില്ല. പിന്നെ വേറെ ചേഞ്ച് വന്നിട്ടുള്ള HDR കണ്ടൻറ്റൊക്കെ അപ്ലോഡ് ചെയ്യാൻ, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഉദാഹരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് HDR കണ്ടന്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിക്കും ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട്. പെർഫോമൻസിൻ്റെ ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. സ്നാപ്ഡ്രാഗൺ Gen 3 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഞാൻ ഈ ഒരു ഡിവൈസിൽ BGMI സ്മൂത്തിൽ 90 FPS കളിച്ച് നോക്കി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ടറി സ്മൂത്ത് തന്നെ പറയാം. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയി ഗെയിം കളിച്ച സമയത്ത്. മാത്രമല്ല റേ ട്രേസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. അത് നമുക്ക് റേ ട്രേസിങ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകളൊക്കെ കളിക്കുന്ന സമയത്ത് അത് അതിൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. റേ ട്രേസിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഷാഡോസും റിഫ്ലക്ഷൻസ് ഒക്കെ ഇല്ല, കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട്, അതായത് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ സാധിക്കും റേ ട്രേസിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ റേ ട്രേസിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകളൊക്കെ കളിക്കുന്ന സമയത്ത് അത് അതിൻ്റെതായ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ത്രോട്ടിലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. ഒരു 60% ത്രോട്ടിലിംഗ് കാണിച്ചു. ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാനൊരു അരമണിക്കൂറോളം ഗെയിം കളിച്ചുകൊണ്ട സമയത്തും കളിച്ചതിന് ശേഷം എനിക്ക് അത്ര വലിയൊരു ഹീറ്റിംഗ് തോന്നിയില്ല. ഒരു നോർമൽ ഹീറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് 1.9x ലാർജർ വേപ്പർ ചേമ്പറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്തില്ല. ഒരു നോർമൽ ഹീറ്റിംഗ് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഒരു ഡിവൈസ് One UI 6.1 Android 14 ആണ് വരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സാംസങ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട് എന്നതാണ്. അതായത് Android 21 വരെയോളം നമുക്ക് ഈ ഒരു ഡിവൈസിൽ അപ്ഡേറ്റ് ലഭിക്കും. അത് വളരെ നല്ലൊരു കാര്യമാണ്. അടുത്തിടയ്ക്ക് പിക്സലും കൊടുത്തു, അതുപോലെ തന്നെ ഇപ്പോൾ സാംസങ് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും 7 വർഷത്തോളം അപ്ഡേറ്റ് ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഐഫോൺ എന്തോ പോലും 4-5 വർഷം മാത്രമേ അപ്ഡേറ്റുകൾ ലഭിക്കത്തുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ 6 വർഷം. അത് വെച്ച് നോക്കുന്ന സമയത്ത് 7 വർഷത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ വേറെ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. ടോപ്പ് ലെവൽ പെർഫോമൻസ് തന്നെ കിട്ടുന്ന ഒരു ഡിവൈസാണിത്. ഇനി ഈ ഒരു ഡിവൈസിൽ വരുന്ന ഏറ്റവും വലിയ ചേഞ്ചാണ് AI ഫീച്ചേഴ്സ്. അത് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. പക്ഷേ ഞാൻ AI ഫീച്ചേഴ്സ് നോക്കിയ സമയത്ത് ഇതിലുള്ള പല AI ഫീച്ചേഴ്സും മുമ്പ് Pixel 18, 8 Proയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടോ ഇതിൽ വന്ന സമയത്താണ് എല്ലാവരും എടുത്തു പറയുന്നത്. മാത്രമല്ല ഈ ഫോണിൽ വന്നിട്ടുള്ള 75% AI ഫീച്ചേഴ്സ് എന്തായാലും അപ്ഡേറ്റിലൂടെ, അതായത് എനിക്ക് തോന്നുന്നു January 31 തൊട്ട് പുതിയ അപ്ഡേറ്റുകളിലൂടെ പല ആൻഡ്രോയിഡ് ഡിവൈസുകളിലും ഈ ഫോണിലുള്ള 75% AI ഫീച്ചേഴ്സ് ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു AI ഫീച്ചേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ഇയർ, അതായത് ഞാൻ സാംസങ്ങിൻ്റെ വെബ്സൈറ്റ് കണ്ടാണ്, 1 ഇയർ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു AI ഫീച്ചേഴ്സ് ലഭിക്കത്തുള്ളൂ. അതിനുശേഷം പെയ്ഡ് ആക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം AI ഫീച്ചേഴ്സ് നോക്കി ഈ ഒരു ഡിവൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ ഫോണിലുള്ള AI ഫീച്ചേഴ്സ് ബാക്കിയുള്ള ഡിവൈസുകളിൽ താമസിക്കാൻ തന്നെ കിട്ടും.
ഞാൻ പറഞ്ഞ പോലെ 25% AI ഫീച്ചേഴ്സ് ബാക്കിയുള്ള ഡിവൈസുകളിലും വരാൻ സാധ്യതയുണ്ട്. വരിക തന്നെ ചെയ്യും, വരാതിരിക്കത്തൊന്നുമില്ല. പിന്നെ ഈ ഒരു AI ഫീച്ചേഴ്സ് പെയ്ഡാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്കതൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. കാരണം AI ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ചാണ് അവർ ഈ ഒരു ഡിവൈസ് ഇറക്കിയത്. അപ്പോൾ ഇത്രയും കാശ് കൊടുത്ത് ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു AI ഫീച്ചേഴ്സ് ഫ്രീ ആയിട്ട്, അതായത് ലൈഫ് ലോങ് ആയിട്ട് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ ഭാവിയിൽ ബാക്കിയുള്ള ഡിവൈസുകളിലൊക്കെ ഈ ഒരു AI ഫീച്ചേഴ്സൊക്കെ ഫ്രീ ആയിട്ട് വരുന്ന സമയത്ത് ചിലപ്പം അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. നിലവിൽ എന്തായാലും ഇവരുടെ സൈറ്റിൽ ആ ഒരു AI ഫീച്ചേഴ്സ് പിന്നീട് പെയ്ഡ് ആയിരിക്കും എന്നാണ് കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു AI ഫീച്ചേഴ്സിന് കൊടുത്ത് സാംസങ് എടുത്ത് പറഞ്ഞൊരു ഫീച്ചറാണ് ലൈവ് കോൾ ട്രാൻസ്ലേഷനും, അതുപോലെ തന്നെ ഇൻ പേഴ്സൺ ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ ചാറ്റ് അസിസ്റ്റൊക്കെ. പക്ഷേ ഇത് മുമ്പ് പല ആപ്ലിക്കേഷനിലും ഈ ഒരു ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ആപ്ലിക്കേഷൻ അങ്ങനെ അറിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ടു മലയാളം, മലയാളം ടു ഹിന്ദി ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിലവിൽ എന്തായാലും ഈ ഒരു ലൈവ് കോൾ ട്രാൻസ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇൻ പേഴ്സൺ ട്രാൻസ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ 12-13 ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്കിപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ടു ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി ടു ഇംഗ്ലീഷ് മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് അത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം മലയാളം, തമിഴ് തുടങ്ങിയ ലാംഗ്വേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആവുമെന്ന് പറയാമായിരുന്നു. എന്തായാലും അങ്ങനെയുള്ള ലാംഗ്വേജ് നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. ഭാവിയിൽ അപ്ഡേറ്റിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് അന്ന് ഈ ഒരു AI ഫീച്ചേഴ്സൊക്കെ പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഈ ഒരു AI ഫീച്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് AI ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമതായിട്ട് ഒരു സർക്കിൾ ടു സെർച്ചാണ്. അതായത് നിങ്ങളിപ്പോൾ ആർട്ടിക്കിളിലോ അതല്ലാതെ ഫോട്ടോയിലോ എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്ജക്റ്റ് കാണുകയാണ്, അതല്ലാതെ ഏതെങ്കിലും ഒരു ഇമേജിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഹോം ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ആ ഇമേജിൽ ജസ്റ്റ് സർക്കിൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ഇമേജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണിക്കും. ആ ഒരു ഇമേജിലുള്ള ഒബ്ജക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേർ ടു ബൈ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ആ ഇമേജിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് അറിയാൻ സാധിക്കും. വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇതിപ്പം നമുക്ക് ഫോട്ടോയിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിലും ഈ ഒരു സർക്കിൾ ടു സെർച്ച് എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ അപ്ഡേറ്റുകളിൽ ഈ ഒരു സർക്കിൾ ടു സെർച്ച് എന്നുള്ള ഫീച്ചർ എല്ലാ ഡിവൈസുകളിലും കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോൾ അസിസ്റ്റാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ലൈവായിട്ട് കോൾ വിളിക്കുന്ന സമയത്ത് വേറൊരു രാജ്യത്തുള്ള ഒരാളോട് അല്ലെങ്കിൽ വേറൊരു ഭാഷയിലുള്ള ഒരാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തായിരിക്കും ആൾക്ക് കേൾക്കുക. തിരിച്ച് അവിടെ നിന്ന് ആൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കേൾക്കുക. ഇതിനൊപ്പം തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ആയിട്ട് വരുന്ന ടെക്സ്റ്റും കാണിക്കുന്നതായിരിക്കും. ഇതുകൂടാണ്ട് തന്നെ ഇൻ പേഴ്സൺ ട്രാൻസ്ലേഷൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് നേരിട്ട് കാണുന്ന ഒരാളോട് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ലാംഗ്വേജിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആളോട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചാറ്റ് അസിസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ചാറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വാട്സപ്പിലോ അതുമല്ല തന്നെ ടെക്സ്റ്റ് മെസ്സേജോ ഒക്കെ അയക്കുന്ന സമയത്തും ഇതേപോലെ, അതായത് വേറൊരു ഭാഷയിലുള്ള ഒരാളോട് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു ലാംഗ്വേജിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് നോട്ട് അസിസ്റ്റാണ്. അതായത് നമ്മളിപ്പം എന്തെങ്കിലും നോട്ടൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ടിൻ്റെ സമ്മറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് AI യൂസ് ചെയ്തിട്ട് ആ ഒരു നോട്ടിൻ്റെ സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഒക്കെ വെച്ച് ആ ഒരു നോട്ടിനെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബുള്ളറ്റ് പോയിൻറ്റ്സും ഹെഡിങ് വെച്ച് ആ ഒരു നോട്ടിനെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു AI ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമ്മൾ S Pen യൂസ് എഴുതുന്ന സമയത്ത് എല്ലാവർക്കും എഴുതുന്നത് കറക്റ്റ് സ്ട്രെയിറ്റ് ഒന്നും ആയിരിക്കത്തില്ല. അതിരിക്കുന്ന ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയും ഈ ഒരു ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വരുന്നതാണ് ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ്. അതായത് നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂവിലോ മീറ്റിങ്ങിലോ മറ്റോ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ക്രിപ്റ്റിൻ്റെ സമ്മറി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. അടുത്തായിട്ട് വരുന്നതാണ് ബ്രൗസർ അസിസ്റ്റ്. അതായത് നിങ്ങളിപ്പം ബ്രൗസറിൽ എന്തെങ്കിലും ആർട്ടിക്കിളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ആർട്ടിക്കിളിൻ്റെ സമ്മറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം അത് ഫുള്ള് വായിക്കാൻ സമയമില്ല, അതിൻ്റെ ഒരു സമ്മറി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസർ അസിസ്റ്റ് യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ ബ്രൗസറിലാണ് വർക്ക് ആവുന്നത്. അപ്പം ആ ഒരു ബ്രൗസർ അസിസ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സമ്മറിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് ജനറേറ്റീവ് വാൾപേപ്പർ. അത് നിങ്ങൾക്ക് AI യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂണീക്കായിട്ടുള്ള രീതിയിലുള്ള വാൾപേപ്പേഴ്സും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഫീച്ചർ മുമ്പ് പിക്സലിൽ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നൊരു AI ഫീച്ചർ ഗാലറിക്കുള്ളിലാണ്. അത് നിങ്ങളിപ്പോൾ ഓൾറെഡി എടുത്തൊരു ഫോട്ടോ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ജനറേറ്റീവിൽ യൂസ് ചെയ്യുന്നതൊക്കെ ആ ഒരു ഫോട്ടോ ഫില്ല് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി എടുത്ത ഫോട്ടോയിലുള്ള ഒബ്ജക്റ്റ് ഒരിടത്തുനിന്ന് വേറൊരിടത്തോട് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജനറേറ്റീവിൽ യൂസ് ചെയ്ത് മാറ്റി വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ജനറേറ്റീവിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും ആ ഒരു ഫീച്ചറും ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നൊരു ഫീച്ചർ നമ്മളിപ്പോൾ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ
ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ സ്ലോ മോഷനിലേക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ലോ മോഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ആ ഒരു വീഡിയോയുടെ ഫ്രെയിംസിൻ്റെ ഇടയ്ക്ക് AI ജനറേറ്റർ ആയിട്ടുള്ള ഫ്രെയിംസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ സ്ലോ മോഷൻ വീഡിയോ ജനറേറ്റ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് S24 Ultra പറ്റി പറയാനുള്ളത്. ടൈറ്റാനിയം ഗ്രേ ആണ് ഈ ഒരു ഫോണിൻ്റെ കളർ. ടൈറ്റാനിയം ഗ്രേ കൂടാണ്ട് തന്നെ ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം വയലറ്റ് ഒക്കെ ജനറൽ കളേഴ്സായിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് സാംസങ്ങിന് സ്ലൈറ്റ്ലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. അതായത് ഗ്രീനും ബ്ലൂ ഒക്കെ എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ സൈറ്റ് ത്രൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിവൈസ് പ്രീ ബുക്ക് ചെയ്ത് പർച്ചേസ് ചെയ്തതാണ്. അതായത് 256 പ്രൈസിൽ തന്നെ 512GB വേരിയൻറ്റ് ലഭിച്ചു. അപ്പോൾ പ്രീ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ എന്തായാലും പ്രീ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാംസങ്ങിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസ് വാങ്ങുന്നത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓവറോൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ഡിവൈസാണോ, ഈ ഒരു ഡിവൈസ് വാങ്ങിക്കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S23 Ultra വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് അവിടെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് ഇൻ ഹാൻഡ് ഫീൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ കാർഡിലോ ഒന്നും കൂടെ ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു ഇഷ്ടം. പിന്നെ വാല്യൂ ഫോർ മണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഡിവൈസ് വാല്യൂ ഫോർ മണിയാണെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം S23 Ultra ആയിരിക്കും കുറച്ചും കൂടെ വാല്യൂ ഫോർ മണിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നിലവിലത്തെ പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്തും ആ ഒരു ഡിവൈസിനാണ് വാല്യൂ ഫോർ മണി. മാത്രമല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും S23 Ultra'ക്ക് ധാരാളം ഓഫേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണി ആയിരിക്കും. നിങ്ങൾ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ വാങ്ങാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ദുബായിൽ നിന്ന് മറ്റും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 75,000 രൂപ റേഞ്ചിലൊക്കെ ഇപ്പോൾ S23 Ultra അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇൻ്റർനാഷണൽ വാറണ്ടി ലഭിക്കത്തില്ല, ലോക്കൽ വാറണ്ടി മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും S23 Ultra വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ്. പക്ഷേ മോശം ഡിവൈസ് ആണെന്നല്ല പറയുന്നത്, വളരെ നല്ല ഡിവൈസാണ്. നിങ്ങൾക്ക് കർവ് ഡിസ്പ്ലേക്കാട്ടിലും കൂടുതലും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഡിവൈസാണിത്. അപ്പോൾ ഇതുവരെ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യാം. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാതെ